നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഉത്തിത ഹസ്ത പാദാങ്കുഷ്ടാസന എയുടെ ബേസിക് ഫോമാണ്. അപ്പോൾ പോസ്ചർ ഇങ്ങനെയാണ്. നമ്മൾ കാൽപ്പത്തിൽ ഇതുപോലെ ചേർത്ത് വയ്ക്കുന്നു. ഇടത് കൈപ്പത്തി ഇടത് ഹിപ്പിലേക്ക് വയ്ക്കുന്നു. വലത് കാൽ ഇതുപോലെ മടക്കുന്നു. നമ്മുടെ കൈയുടെ 3 വിരലുകൾ കൊണ്ട് ഇതുപോലെ തള്ളവിരലിൽ പിടിക്കുന്നു. ശ്വാസം എടുത്ത് ഇതുപോലെ കാൽ നിവർത്തുന്നു. ഇതുപോലെ മാക്സിമം ഉയർത്തുക. അപ്പോൾ നമ്മുടെ ഷോൾഡർ മസിൽസ് ഒരു ലൈനിലായിരിക്കണം കേട്ടോ. അതൊരിക്കലും മറക്കരുത്. സാധാരണ ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, അത് തെറ്റാണ്. ഒരല്പം കാല് മടക്കിയാലും കുഴപ്പമില്ല. ഒരേ ലൈനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ നിൽക്കുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക് വയ്ക്കുക. അപ്പോൾ ഈ ഉത്തിത പാദാങ്കുഷ്ടാസന നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളതിന് ഒരു ടേബിളോ അല്ലെങ്കിൽ ഭിത്തിയോ നമുക്ക് ഉപയോഗിക്കാം ചെയ്യുന്നതിനായിട്ട്. മറ്റൊരു കാര്യം ചിന്തിക്കുന്നത് വെച്ചാൽ നമുക്ക് ഡിസ്കിന് പ്രോബ്ലംസ് ഉള്ളവർ, അതുപോലെ തന്നെ നടുവേദന ഉള്ളവർ, മുട്ടിന് പ്രോബ്ലംസ് ഉള്ളവർ ഇത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ടേബിളിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുന്നു. ഒരു കൈ ടേബിളിൽ വയ്ക്കുന്നു, കാലിതുപോലെ ഒന്ന് മടക്കുന്നു, ശ്വാസം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിവർത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒന്ന് നിവർന്ന് കഴിയുമ്പോഴത് നമുക്കൊരു ബാലൻസ് കിട്ടുന്ന ഉറപ്പ് വരുമ്പോഴത്തെ ഈ കൈ ഇതുപോലെ ഒന്ന് നീട്ടി കൊടുക്കുക. ഇതാണ് എൻ്റെ ഒരു ബേസിക് ഫോം. അത് കഴിഞ്ഞിട്ട് വേണം ആ കൈ ഒന്ന് ഹിപ്പിലേക്ക് കൊണ്ടുവരാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭിത്തി ഉപയോഗിക്കാം. ഭിത്തിയിൽ ഇതുപോലെ കൈ വെക്കുന്നു, ഒരു കൈ ഭിത്തിയിലേക്ക് വയ്ക്കുന്നു, എന്നിട്ട് വലത് കാല് ഇതുപോലെ മടക്കുന്നു, ഇതുപോലെ ഹോൾഡ് ചെയ്യുന്നു, ശ്വാസം എടുത്ത് ഇതുപോലെ നിവർത്തുന്നു. എന്നിട്ട് നോട്ടം നേരെ ഇരിക്കണം. എന്നിട്ട് ആ കൈ നേരെ ഹിപ്പിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലോട്ട് ചെയ്യുക. ശരീരത്തിനെ ഒരിക്കലും പുഷ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഒരു യോഗ പോസ് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതിന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ നിരന്തരം എല്ലാ ദിവസവും ചെയ്യുമ്പോഴത്തേക്കും അത് ഗ്രാജ്വലി നമ്മളിലേക്ക് വന്ന് ചേരും. ഓക്കെ, താങ്ക് യു.